ഇരു മുന്നണികളിലെയും MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാവരുടെയും ഒരു സാന്നിധ്യം നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് വളരെയധികം പ്രത്യേകത. എല്ലാവരുടെയും പിന്തുണ, എല്ലാവരുടെയും സാന്നിധ്യം ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലുണ്ട്. 61 ചേലക്കര നിയോജകമണ്ഡലത്തിൽ നിന്നും വിജയിച്ച ശ്രീ UR പ്രദീപ്, 56 പാലക്കാട് നിയോജകമണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർ നിയമസഭാംഗമായി ശപഥം അഥവാ നിയമസഭയിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക്, ആ ചടങ്ങിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ശ്രീ UR പ്രദീപ്. Okay. UR പ്രദീപ് എന്ന ഞാൻ നിയമസഭയിൽ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്ന് ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. UR പ്രദീപാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. സഗൗരവം അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ചേലക്കര MLA ആയി UR പ്രദീപ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുകയാണ്. 12,201 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ തോൽപ്പിച്ച് UR പ്രദീപ് തെരഞ്ഞെടുക്കപ്പെട്ടത്. സത്യപ്രതിജ്ഞ ചെയ്യുന്നതിലേക്കായി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവനാമത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുകയാണ്. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ പാലക്കാടൻ പോരിൽ വിജയം കൈവരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. 18,840 വോട്ടുകൾക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിർ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയത്. അങ്ങനെ പാലക്കാട് ചേലക്കര MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടം തന്നെയായിരുന്നു നമ്മൾ കഴിഞ്ഞ 1.5 മാസമായി കണ്ടത്. ആ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ, പോരാട്ടങ്ങൾ, രാഷ്ട്രീയ വിവാദങ്ങൾ ഇതെല്ലാം സാക്ഷിയായതാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിനൊടുവിൽ വിജയികളായ 2 പേർ ഇന്നിതാ MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുകയാണ്.
ഭയങ്കര കളറായിപ്പോ എന്തിനാ സൈഡിൽ ഫോൺ ലെൻസ് വാങ്ങിച്ചു ഇവിടെ നിന്ന് കിട്ടില്ലായിരുന്നു. അല്ലാടോ അർജുന ലൈവാ കൂട്ടത്തിലും UR പ്രദീപും രാഹുൽ മാങ്കൂട്ടത്തിലും UR പ്രദീപും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. പാലക്കാട് MLAയും ചേലക്കര MLAയും അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തു UR പ്രദീപ്. ദൈവനാമത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്.